കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയാക്രമണം. ബ്ലോക്ക് 7-ൽ ജാനകിയുടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കോഴിക്കോട് തകർത്തു. അടുത്ത വീട്ടിലെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തിയാണ് ആനയെ തുരത്തിയത്. 2 ആഴ്ച മുൻപും 2 ആനകൾ സ്ഥലത്തെത്തിയിരുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ ആന പൂർണ്ണമായും കാട് കയറിയോ? ജീന, കണ്ണൂർ ആറളം കണ്ണവം മേഖലകളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ അടക്കമുള്ളവർക്ക് ആനയെ തുരത്തുന്നതിനിടയിൽ പടക്കം പൊട്ടി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ആറളത്ത് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് 7-ൽ ഒരു ജാനകി എന്ന് പറയുന്ന ആളുടെ വീട്ടുമുറ്റത്തെത്തിയാണ് കാട്ടാന ഇന്നലെ കോഴിക്കോട് തകർക്കുകയും ഒക്കെ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ആനയെത്തി വീട്ടുമുറ്റത്തെ കവുങ്ങ് ഉൾപ്പെടെ നശിപ്പിക്കുകയും കോഴിക്കോട് തകർക്കുകയും ചെയ്തത്. ജാനകിയുടെ വീടിന് സമീപത്തെ കഴിഞ്ഞ ദിവസം ഇതേ ആന തന്നെയാണെന്നാണ് സംശയിക്കുന്നത്, എത്തി ഷെഡ് തകർത്തിരുന്നു. ജാനകി തനിച്ച് താമസിക്കുന്ന വീട്ടിലാണ് ആന ആക്രമണം നടത്തിയത്. അടുത്ത വീട്ടിലെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം എത്തിയാണ് ആനയെ തുരത്തിയത്. 2 ആഴ്ച മുമ്പ് 2 ആനകൾ എത്തിയിരുന്നു. ഭയന്ന ജാനകി രക്തസമ്മർദ്ദം കുറഞ്ഞ് തലചുറ്റി വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറളത്ത് നമുക്കറിയാവുന്ന പോലെ ദമ്പതികളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ 18 തവണ ആറളത്ത് ഈ കാട്ടാനയുടെ ആക്രമണം പല ആളുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 10-ലധികം കാട്ടാനകൾ ഇപ്പോഴും ആറളത്തെ പുനരധിവാസ മേഖലയിൽ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. അതിനെ തുരത്താനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, കണ്ണൂർ ആറളത്താണ് കാട്ടാനയാക്രമണം പതിവാകുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക്.